അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, വളരെ വിഷമിപ്പിക്കുന്ന സങ്കടകരമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കെൻ്റെ ചെറുപ്പം മുതലേ അറിയുന്ന, എന്നെ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ച മുഹമ്മദ് അലി ഉസ്താദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ, ഞാൻ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന ആ നാട്ടിൽ അയൽവാസിയായിരുന്ന വ്യക്തി, നല്ല പഠിപ്പും എളിമയുമുള്ള ഒരു വ്യക്തി. മുസ്തഫ എന്നാണ് ഉസ്താദിൻ്റെ പേര്. ഉസ്താദ് കഴിഞ്ഞ ദിവസം ലോകത്തോട് വിട പറയുകയുണ്ടായി. ചെറിയ പിഞ്ചു മക്കൾക്കും മറ്റുള്ളവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല എളിമയായ ഒരു സ്വഭാവത്തിനുടമയാണ് അദ്ദേഹം. എനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയത്, ആരോടും ദേഷ്യത്തിന് നിൽക്കാത്ത, ഒരാളോട് പോലും മുഖം കറുപ്പിക്കാത്ത, തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ആരാണോ അവരോടെല്ലാം നല്ല റാഹത്തോടെ സന്തോഷത്തോടു കൂടി മാത്രം കഴിഞ്ഞുകൊണ്ടിരുന്ന ഉസ്താദ് അവർകൾ പെട്ടെന്നൊരു ദിവസം, പൊതുവെ അദ്ദേഹം വെള്ളിയാഴ്ച വ്യാഴാഴ്ചകളിൽ നാട്ടിൽ പോവാറില്ല, അവിടെയുള്ള ഖത്തീബ് ഉസ്താദാണ് പോവാറ്. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തി അവിടെ നിന്നാണ് പെട്ടെന്ന് ചോര ഛർദ്ദിക്കുകയും മറ്റുമൊക്കെ ആവുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ തലയോട്ടിയൊക്കെ മാറ്റേണ്ടി വന്നു. എല്ലാം ചെയ്തെങ്കിലും ഡോക്ടർ പറയുകയുണ്ടായി രക്ഷപ്പെടുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന്. 2 ദിവസമായി കഴിഞ്ഞുള്ളൂ അദ്ദേഹം ലോകത്തോട് വിട പറയാൻ. ഏറ്റവും സങ്കടകരമെന്ന് പറയുന്നത്, ആ നാട്ടിലുള്ള എല്ലാവർക്കും കണ്ണിലുണ്ണിയാണ്. അത് വലുത് മുതൽ ചെറുത് വരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തി. ആ മദ്രസയിൽ, അദ്ദേഹം പഠിപ്പിച്ച മദ്രസയിൽ, അവിടെ തൻ്റെ ക്ലാസ്സായ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, ആ കുട്ടി തൻ്റെ വീട്ടിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അറിയുന്നത് ഉസ്താദിന് സുഖമില്ല, വീട്ടിൽ പോയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാം അറിയുന്നു. കുട്ടിയാകെ നൊമ്പരപ്പെടുകയാണ്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത കുട്ടി അറിയുന്നത്. ഏത് കുട്ടികളും കേട്ടവരൊക്കെയും സങ്കടപ്പെടുകയാണ്. ആ കുട്ടി ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ, അപ്പോൾ ഉസ്താദിന് വേദനിക്കൂലേ ഉമ്മ? നല്ല വേദന ഉണ്ടാവില്ലേ? കുട്ടി ഇങ്ങനെ തൻ്റെ നൊമ്പരങ്ങള്, ആ കുഞ്ഞു ഹൃദയത്തിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിഞ്ചു കുഞ്ഞ് തൻ്റെ നൊമ്പരം പുറത്തേക്ക് വരികയാണ്. നമ്മൾ ചിന്തിക്കണം, ആ മദ്രസയിൽ ആ കുഞ്ഞുമോൻ തൻ്റെ വീട്ടിലെ തൻ്റെ അരികിലുള്ള പുസ്തകത്താളൊന്ന് പറിച്ചെടുത്ത് അതിൽ എഴുതിയിരിക്കുകയാ, ഐ ലവ് മുസ്തഫ ഉസ്താദ്. ചെറിയ കുഞ്ഞ് മനസ്സിൽ പോലും അത്രയേറെ തറച്ചു നിൽക്കുന്ന ഒരു പേര്, മുസ്തഫ ഉസ്താദ്. ആ കുഞ്ഞിന് എപ്പോഴും ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ടാവാം, ഉസ്താദിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനാവാം, എൻ്റെ ഉസ്താദ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് ആ ഒരു ശക്തി തന്നിലേക്ക് വരാൻ വേണ്ടിയാവാം. തൻ്റെ സ്വിച്ച് ബോർഡിന് താഴെ ആ കുട്ടി ഐ ലവ് മുസ്തഫ ഉസ്താദ് എന്ന് എഴുതിയിട്ട് ഒട്ടിച്ച് വെച്ചേക്കുക. സഹോദരങ്ങളെ, പിഞ്ചു കുട്ടിയുടെ മനസ്സിൽ പോലും കയറി ചെന്ന് ഒരിക്കലും ഇറങ്ങിപ്പോവാൻ പറ്റാത്ത രൂപത്തിൽ ആവണമെങ്കിൽ ആ വലിയ മനുഷ്യൻ എങ്ങനെയൊക്കെ ആയിരിക്കും ജനങ്ങളുമായി ഇടപഴകുന്നുണ്ടാവുക? ഈ കാലത്ത് നമ്മൾ ഏറെ പഠിക്കേണ്ടുന്നതും ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. ഇത്രയേറെ ഇഷ്ടങ്ങൾ ജനങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതെയാവുകയാണ്. ഈ ഒരു മരണവാർത്ത കേട്ടിട്ട് ആ നാടാകെ സ്തംഭിച്ചു പോവുകയാണ്. ചൊർക്കള എന്ന് പറയുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ ഖളാ ഇല്ലാത്തത് കൊണ്ടാവാം, കഴിഞ്ഞ വർഷം ഞാൻ ജോലിക്ക് കയറേണ്ടുന്ന സ്ഥലമാണ്. എൻ്റെ കൂടെയാണ് മുസ്തഫ ഉസ്താദ് ജോലി ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അള്ളാഹിന്റെ ഖളാ ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് മറ്റൊരിടത്തേക്ക് വരേണ്ടി വന്നു. അദ്ദേഹം എല്ലാവരോടും പുഞ്ചിരി മാത്രമാണ്. ഇലക്കും മുള്ളിനും കേടില്ലാത്ത എന്ന് പറയില്ലേ, അതുപോലെ അദ്ദേഹം പോകുന്നത് പോലും ചിലപ്പോൾ ആരും അറിയില്ല. അങ്ങനെ ഒരാൾക്ക് പോലും ബുദ്ധിമുട്ട് കൊടുക്കാത്ത ആൾ പെട്ടെന്ന് ലോകത്തോട് വിട പറയുകയാണ്. സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ആ നാട്ടുകാർക്ക്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചു മക്കൾക്ക്. അവരിപ്പോഴും ആ ഞെട്ടലൊന്നും ഉണർന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, ഒരു അധ്യാപകൻ ആരാവണമെന്ന് കൃത്യമായി
ലോകത്തോട് വരച്ച് കാണിച്ച ഒരു വ്യക്തിത്വമാണ് മുസ്തഫ ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അന്ത്യം വരെ, ലോകാവസാനം വരെ ആ ഖബർ ജീവിതം റാഹത്തിലും സമാധാനത്തിലും സ്വർഗീയ ഭവനത്തിലുമാക്കി കൊടുക്കട്ടെ. അവസാനം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാനുള്ള ഭാഗ്യം ഉസ്താദിനും നമുക്കും ഉസ്താദിന്റെ കുടുംബത്തിനും നൽകട്ടെ. ആ ഉസ്താദിന്റെ കുടുംബത്തിന് സമാധാനം അല്ലാഹു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.